അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജേർണലാണ്. നോക്കാം. നമുക്കറിയാം അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുക. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ജേർണൽ. The term journal is derived from an old French word jour, J-O-U-R. അപ്പോൾ ജോർ എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ജേർണൽ ഉത്ഭവിച്ചത്, വിച്ച് മീൻസ് എ ഡേ. ഓക്കെ, അപ്പോൾ J-O-U-R ഏത് വേർഡാ? ഒരു ഫ്രഞ്ച് വേർഡിൽ ആയ ജോർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ജേർണൽ ഉണ്ടായത്. അതിൻ്റെ അർത്ഥം എന്താണ്? എ ഡേ. ഇനി എന്താണ് ജേർണൽ? ജേർണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. വിച്ച് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി? ജേർണൽ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. എന്തുകൊണ്ടാണ് ജേർണലിനെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്? എല്ലാ ട്രാൻസാക്ഷൻസും ആദ്യമായിട്ട് എഴുതുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് ജേർണൽ. അതുകൊണ്ടാണ് ജേർണലിനെ എന്തെന്ന് പറയുന്നത് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ജേർണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ്. ഇനി എന്താണ്? ഇറ്റ്സ് എ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. എങ്ങനെ എഴുതുന്നത്? ക്രോണോളജിക്കൽ ഓർഡറിലാണ് വേണം എഴുതാൻ. എങ്ങനെയാണോ നടന്നത് ആ നടക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഓർഡർ വേണം ക്രോണോളജിക്കൽ ഓർഡർ, ഡേ ബൈ ഡേ ആയിട്ടുള്ളത്. ഇപ്പോൾ 1-ാം തീയതി 2, 3, 4 ഇങ്ങനെ വേണം എഴുതാൻ. അല്ലാതെ 1-ാം തീയതിയിലത്തെ എഴുതിയിട്ട് പിന്നെ 5-ാം തീയതി പിന്നെ 3 അങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി. ഓക്കെ, ഇതിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്നും ഏതിനെ പറയാറുണ്ട്? ജേർണലിനെ പറയാറുണ്ട്. അപ്പോൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ജേർണലാണ്. അതേപോലെ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറഞ്ഞാലും ഏത് തന്നെയാണ്? ജേർണലാണ്. ഓക്കെ, ഇനി ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ. ജേർണലിൽ ഇതേപോലെ റെക്കോർഡ് ചെയ്യുന്നതിനെ അതിനെ പറയുന്നത് എന്താണ്? ജേർണൽ എൻട്രി എന്നാണ്. ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ജേർണലിൽ ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്നതാണ് എന്ത്? ജേർണൽ എൻട്രി. ഓക്കെ, ഇനി ദ പ്രൊസീജിയർ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ. അതിൻ്റെ ആ പ്രൊസീജിയറെ വിളിക്കുന്ന പേര് ജേർണലൈസിങ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ. ട്രാൻസാക്ഷൻസ് ജേർണലിലേക്ക് എഴുതുന്നതിന് പറയുന്നത് എന്താണ്? ജേർണൽ എൻട്രി എന്നാണ്. ഇനി ആ ഒരു പ്രൊസീജിയറിനെ പറയുന്നത് എന്താണ്? ജേർണലൈസിങ്. ഓക്കെ, ഇനി എൻട്രി ഈസ് റിലേറ്റഡ് വിത്ത് ജേർണൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻ എൻട്രി ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ്. ഓപ്ഷനിൽ ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഇങ്ങനെ ഓപ്ഷൻ വരാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? എൻട്രി എവിടെ എഴുതുന്നത്? ജേർണൽ. ഓക്കെ, അതുപോലെ നറേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ജേർണൽ. നറേഷനും ഏതുമായിട്ട് ബന്ധമുള്ളതാണ്? ജേർണലുമായിട്ട് ബന്ധമുള്ളതാണ്. അതായത് നമ്മൾ ജേർണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ ആ ജേർണൽ എൻട്രിയുടെ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ, എ ഷോർട്ട് എക്സ്പ്ലനേഷൻ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എഴുതും. അതിനെയാണ് എന്ത് പറയുന്നത്? നറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നറേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് എന്താണ്? ജേർണൽ. ഓക്കെ, ഇനി ജേർണൽ ഈസ് ഓൾസോ കോൾഡ്, ജേർണലിനെ പ്രൈമറി ബുക്ക് എന്നും ഡേ ബുക്ക് എന്നും സബ്സിഡറി ബുക്ക് എന്നും ഒക്കെ ജേർണലിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ജേർണലിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ജേർണൽ എന്ന് പറയുന്നത് എന്താണ്? ജോർ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? ഡേ എന്നാണ്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അതുപോലെ ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ്? എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രി എഴുതുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇതാണ് ജേർണലിൻ്റെ ഒരു ഫോർമാറ്റ്. ഫസ്റ്റ് കോളം ഡേറ്റ് കോളം, ഇവിടെയാണ് ഡേറ്റ് എഴുതേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ പെർട്ടിക്കുലേഴ്സ് കോളമാണ്, ഇവിടെയാണ് എന്ത് എഴുതുന്നത്? ജേർണൽ എൻട്രി എഴുതുന്നത്.
ഇനി മൂന്നാമത്തെ കോളം ഒരു ചെറിയ കോളമാണ്. എന്താണ്? LF. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത് പേജ് നമ്പർ ഓഫ് ലെഡ്ജർ. ലെഡ്ജറിന്റെ പേജ് നമ്പറിനെയാണ് എന്ന് പറയുന്നത് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. അതായത് ജേണൽ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ലെഡ്ജർ എഴുതുക എന്നുള്ളതാണ്. ഈ ജേണൽ നോക്കിയിട്ടാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റെഫറൻസിന് ഏത് ലെഡ്ജറിലാണുള്ളത്, ആ നമ്പർ ഏതാണ് എന്നുള്ളതാണ് എവിടെ എഴുതേണ്ടത്? LF കോളം. LF എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ പേജ് നമ്പർ ഓഫ് ലെഡ്ജർ. ഇനി രണ്ട് എമൗണ്ട് കോളം, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. ഇതിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് ഈ എമൗണ്ട് കോളത്തിൽ എഴുതണം, ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്രെഡിറ്റ് കോളത്തിലും എഴുതണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കിയേ, ഒരു ഡേറ്റ് 1/1/2024 ജനുവരി 1, 2024 ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, പൈസയായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു. ആ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി വേണം രണ്ടാമത്തെ കോളത്തിൽ എഴുതാൻ. ഓക്കെ, ഇപ്പോൾ ജേണൽ എൻട്രി എഴുതുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. എമൗണ്ട് എത്രയാണ്? 5 lakh. നോക്കി, ഇതിൽ ഒരു അക്കൗണ്ടിനെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിനെ എന്ത് ചെയ്തിരിക്കുന്നു? ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഡെബിറ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റും ഉണ്ടാവും. ഇനി ഡെബിറ്റ് എങ്ങനെ എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, എന്നിട്ട് എമൗണ്ട് എഴുതേണ്ട ഏത് കോളത്തിലാണ്? ഡെബിറ്റ് കോളത്തിലാണ്. ഇനി ഒരൈറ്റം എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചേർക്കുന്ന പ്രിഫിക്സ് ആണ് ടു. ഓക്കെ, എന്നിട്ട് എമൗണ്ട് കോളം എവിടെ? ഏത് എമൗണ്ട് കോളത്തിൽ എഴുതി? രണ്ടാമത്തെ എമൗണ്ട് കോളത്തിൽ എഴുതി. അപ്പോൾ ഒരൈറ്റം ഡെബിറ്റും ഒരൈറ്റം ക്രെഡിറ്റും. ഇങ്ങനെയാണ് എന്ത് എഴുതുന്നത്? ജേണൽ എൻട്രി എഴുതുന്നത്. ഓക്കെ, ഇതിങ്ങനെ തോന്നുന്ന പോലെ ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാനോ തോന്നുന്ന പോലെ ക്രെഡിറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഇതിന് കുറച്ച് നിയമങ്ങളുണ്ട്. അതിനുശേഷം പറയാം, റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഇനി ഇങ്ങനെ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ട്രാൻസാക്ഷൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ബ്രാക്കറ്റിൽ എഴുതും. ഇപ്പോൾ ബീയിങ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ്. ഇങ്ങനെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? നറേഷൻ. ഓക്കെ, എ ഷോർട്ട് എക്സ്പ്ലനേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. അതിനെയാണ് എന്ത് പറയുന്നത്? നറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് എഴുതുന്നത്? ജേണൽ എൻട്രി എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ LF എന്ന് പറഞ്ഞാൽ എന്താ? ലെഡ്ജർ ഫോളിയോ. എന്താണ് അതിൻ്റെ അർത്ഥം? പേജ് നമ്പർ ഓഫ് ലെഡ്ജർ. ലെഡ്ജറിന്റെ പേജ് നമ്പർ. ഓക്കെ, ഇനി അടുത്ത എന്താ ടേം? നറേഷൻ. നറേഷൻ, ഇതാണ് നറേഷൻ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇതെന്താ? ഇത് ഈ ട്രാൻസാക്ഷന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് അല്ലേ? അപ്പോൾ ഷോർട്ട് അല്ലെങ്കിൽ എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് നറേഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത്. ഇനി ഇതിൽ ഒരു അക്കൗണ്ടിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു, വേറൊരു അക്കൗണ്ടിനെ ഞാൻ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇത് തോന്നുന്നത് പോലെ ഡെബിറ്റ് ചെയ്യാനോ ക്രെഡിറ്റ് ചെയ്യാനോ പറ്റില്ല. ഇതിന് കുറച്ച് നിയമങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ഇതിൽ മോഡേൺ അപ്രോച്ചുണ്ട്, ട്രഡീഷണൽ അപ്രോച്ചുണ്ട്. മോഡേൺ അപ്രോച്ചിൽ ജേണൽ എൻട്രി അതിന് നിയമങ്ങൾ പഠിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ എന്താണ് മോഡേൺ അപ്രോച്ച് നോക്കാം. റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂൾസ്, നിയമങ്ങൾ. അതായത് നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനിലെ രണ്ട് ഐറ്റംസ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്.
അത് അസറ്റാണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ ബേസിക് ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതിൽ നോക്കാം, അസറ്റിനും എക്സ്പെൻസിനും ഒരു റൂളാണ്, ലയബിലിറ്റിക്കും ക്യാപിറ്റലിനും ഇൻകത്തിനും വേറൊരു റൂളാണ്. ഓക്കെ, അപ്പോൾ അസറ്റിനും എക്സ്പെൻസിനും ഒരു നിയമമാണ്, ലയബിലിറ്റിക്കും ക്യാപിറ്റലിനും ഇൻകത്തിനും വേറെ നിയമമാണ്. ഇതിൽ റൂൾ എന്താണെന്ന് നോക്കിയേ, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു അസറ്റ് ഡിക്രീസ് ചെയ്താലോ അതെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഒരു അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതേ റൂൾ തന്നെയാണ് എന്തിനുള്ളത്? എക്സ്പെൻസിനുള്ളത്. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. എന്താണ്? ഇൻക്രീസസ് ഇൻ ആൻ അസറ്റ് മീൻസ് ഡാഷ്. ഇൻക്രീസ് ഇൻ ആൻ അസറ്റ് മീൻസ് ഡാഷ്. എന്താണ് അതിന് ആൻസർ? ഡെബിറ്റ്. അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ എ അസറ്റ് മീൻസ് ഡാഷ്. എന്താണ്? ക്രെഡിറ്റ്. അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം, ഇൻക്രീസ് ഇൻ ആൻ എക്സ്പെൻസ് മീൻസ് ഡെബിറ്റ്, അതുപോലെ ഡിക്രീസ് ഇൻ ആൻ എക്സ്പെൻസ് മീൻസ് ക്രെഡിറ്റ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒരാൾ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഒരു 5 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് ക്യാഷ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് വന്നു. നമ്മളെപ്പോഴും ജേർണൽ എൻട്രി എഴുതുന്നത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂ? ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വേണം. അതിനെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയും. ഓക്കെ, അല്ലാതെ ഓണറുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല. ബിസിനസ് വേറെയാണ്, ഓണർ വേറെയാണെന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരു ഓണർ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങൾ ആ ബിസിനസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അവിടെ 5 ലക്ഷം രൂപ വന്നു, ഇല്ലേ? ക്യാഷ് വന്നു. ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്തു, അല്ലേ? അപ്പോൾ ആ അസറ്റിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നാണ്. ഇനി എന്താ കൊണ്ടുവന്ന? ക്യാപിറ്റലാണ്, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഐറ്റം എന്തായിരിക്കും? അപ്പോൾ എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം? ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം, ടു ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഇതാണ് അസറ്റിൻ്റെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലയബിലിറ്റിയും ക്യാപിറ്റലും ഇൻകവും. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ റൂൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഇത് മൂന്നും, അതായത് ലയബിലിറ്റിയും ക്യാപിറ്റലും ഇൻകവും ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലയബിലിറ്റിയും ക്യാപിറ്റലും ഇൻകവും ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അവിടെയും ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ നോക്ക്, ഇൻക്രീസ് ഇൻ എ ലയബിലിറ്റി മീൻസ് ഡാഷ്. എന്താ അതിന്റെ ആൻസർ? ഇൻക്രീസ് ഇൻ എ ലയബിലിറ്റി മീൻസ് ഡാഷ്. എന്താ അതിന്റെ ആൻസർ? ക്രെഡിറ്റ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ഒരു എളുപ്പവഴി ഞാൻ പറയാം. ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഇപ്പോൾ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, ഇത് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലയബിലിറ്റിയും ക്യാപിറ്റൽ ഇൻകത്തിൻ്റെ റൂള്. അസറ്റിന് അതേ റൂള് തന്നെയാണ് എക്സ്പെൻസിനുള്ളത്. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൂൾ ഓക്കെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് ₹4 ഇത്ര രൂപ. ഒരാൾ ക്യാപിറ്റലായിട്ട് ഒരു 5 ലക്ഷം രൂപ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ടത് 2 ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ്. ഏതൊക്കെയാണ് 2 ഐറ്റം? ഒന്ന് ക്യാഷും 2 ക്യാപിറ്റലും. ഓക്കെ, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുക. അവിടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു 5 lakh rupees എന്താണ് ക്യാഷ് വരിക ചെയ്തത്, അല്ലേ? അവിടെ ക്യാഷ് ഒരു അസറ്റാണ്. ആ അസറ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, ഒരൈറ്റം ഡെബിറ്റ് ചെയ്താൽ അടുത്ത ഐറ്റം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ എന്ത് ചെയ്യണം?
ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു ക്യാപിറ്റൽ. ഇനി ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അതിന്റെ റൂൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്കത്. അവിടെ ക്യാപിറ്റൽ വന്നില്ലേ, 5 ലക്ഷം രൂപ വന്നില്ലേ, അത് ക്യാപിറ്റൽ അല്ലേ, അത് ഇൻക്രീസ് ചെയ്തില്ലേ. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ത് ചെയ്തത്? ക്രെഡിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂള്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ടൈപ്സ് ഓഫ് ജേർണൽ. ടൈപ്സ് ഓഫ് ജേർണൽ മെയിനായിട്ട് 2 തരത്തിലുള്ള ജേർണലാണുള്ളത്. ഒന്ന് സ്പെഷ്യൽ ജേർണലും 2 ജനറൽ ജേർണലും. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള ജേർണലാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് സ്പെഷ്യൽ ജേർണലും രണ്ടാമത്തെ ജനറൽ ജേർണൽ. ജനറൽ ജേർണൽ. ഈ ജനറൽ ജേർണലിനെ വിളിക്കുന്ന വേറൊരു പേര് ജേർണൽ പ്രോപ്പർ എന്ന് പറയും. ജേർണൽ പ്രോപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ജേർണൽ പ്രോപ്പർ. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള ജേർണലാണ്. എന്തൊക്കെയാണ്? സ്പെഷ്യൽ ജേർണലും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് എന്ത്? ജനറൽ ജേർണൽ അല്ലെങ്കിൽ ജേർണൽ പ്രോപ്പർ. ഇനി സ്പെഷ്യൽ ജേർണലിനെ വിളിക്കുന്ന വേറൊരു പേര് സബ്സിഡറി ബുക്ക് എന്ന് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേർണൽ എന്നൊക്കെ ഇതിനെ പറയാം. ഈ സ്പെഷ്യൽ ജേർണലിൽ വരാത്ത എല്ലാ കാര്യങ്ങളും എഴുതുന്ന സ്ഥലമാണ് ജനറൽ ജേർണൽ അല്ലെങ്കിൽ ജേർണൽ പ്രോപ്പർ. ഇനി നമുക്കിതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം സ്പെഷ്യൽ ജേർണൽ. എന്താണ് സ്പെഷ്യൽ ജേർണൽ നോക്കി? സ്പെഷ്യൽ ജേർണൽ ആർ ഡിസൈൻഡ് ടു റെക്കോർഡ് the transactions of similar nature occurring repeatedly. Okay, എന്താണ്? സ്പെഷ്യൽ ജേർണൽ ആർ ഡിസൈൻഡ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ. ഒരേ നേച്ചറുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എവിടെ എഴുതുന്നത്? സ്പെഷ്യൽ ജേർണലിൽ എഴുതുന്നത്. ഇനി സ്പെഷ്യൽ ജേർണലിനെ നമ്മൾ ഡേ ബുക്ക് എന്നും പറയാറുണ്ട്. ഓക്കെ, സ്പെഷ്യൽ ജേർണലിനെ നമ്മൾ എന്തെന്നും പറയാറുണ്ട്? ഡേ ബുക്ക് എന്നും പറയാറുണ്ട്. കാരണം ദ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ എൻറ്റേർഡ് ഇൻ ഡെയിലി. ഒരേ നേച്ചറുള്ള കാര്യങ്ങൾ ഡെയിലി റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് സ്പെഷ്യൽ ജേർണലിനെ നമ്മൾ എന്തെന്നും പറയാറുണ്ട്? ഡേ ബുക്ക് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒക്കറിങ് റിപ്പീറ്റഡ്ലി സിമിലർ നേച്ചറുള്ളത് അതാണ് എവിടെ വരുന്നത്? സ്പെഷ്യൽ ജേർണലിൽ വരുന്നത്. ഇനി ഏതൊക്കെയാണ് സ്പെഷ്യൽ ജേർണൽ? പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേർണൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്നു പറയുന്നത് സ്പെഷ്യൽ ജേർണൽ എന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ ജേർണലിൽ എഴുതില്ലാത്ത എല്ലാ കാര്യങ്ങളും എഴുതുന്ന സ്ഥലമാണ് ജനറൽ ജേർണൽ അല്ലെങ്കിൽ ജേർണൽ പ്രോപ്പർ. ഞാൻ അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ജേർണൽ പ്രോപ്പറിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോവാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ സ്പെഷ്യൽ ജേർണൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എന്താണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ക്യാഷ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്സിഡറി ബുക്ക് ഓഫ് എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്സിഡറി ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്യാഷ് ബുക്കാണ്. ഇനി ക്യാഷ് ബുക്കിൽ നമ്മൾ എന്തൊക്കെ എഴുതുന്നത്? റെക്കോർഡ് ഓൾ ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. ഏതൊക്കെ രീതിയിലാണ് ക്യാഷ് വന്നത്, ഏതൊക്കെ രീതിയിൽ ക്യാഷ് പോയി, ഈ കാര്യങ്ങളാണ് എവിടെ എഴുതുന്നത്? നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതുന്നത്. ക്യാഷ് റിസീപ്റ്റും ക്യാഷ് പേയ്മെന്റ്സും. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ക്യാഷ് ബുക്ക് ഈസ് എ ജേർണൽ ആസ് വെൽ ആസ് ലെഡ്ജർ. ജേർണലുമാണ് ലെഡ്ജറുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് ബുക്ക് ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കും.
ഓപ്ഷനിൽ ജേണൽ, ലെഡ്ജർ, ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ, നൺ ഓഫ് ദി അബോവ്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ എന്ത് വരും? ജേണൽ ആസ് വെൽ ആസ് ലെഡ്ജർ, അല്ലെങ്കിൽ ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണലും ആണ്, പിന്നെ എന്തുമാണ്? ലെഡ്ജറും ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്താ എഴുതുന്നത്? ക്യാഷ് റിസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും, ക്യാഷ് വരുമ്പോഴും ക്യാഷ് പോകുമ്പോഴും. ഓക്കെ, നോക്കി എവിടെ? ഫിക്സഡ് അസറ്റ് പർച്ചേസ് ഓർ സെയിൽ ഓൺ ക്യാഷ് ഈസ് റെക്കോർഡഡ് ഇൻ ഏത് ബുക്ക്? ക്യാഷ് ബുക്ക്. നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങുന്നു അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് വിൽക്കുന്നു. എങ്ങനെ? ഓൺ ക്യാഷ് ആണെങ്കിൽ മാത്രമാണ് ഇത് എവിടെ എഴുതുന്നത്? ക്യാഷ് ബുക്കിൽ എഴുതുന്നത്. നമ്മളൊരു അസറ്റ് വാങ്ങുന്നു, എങ്ങനെ? ക്യാഷ് കൊടുത്ത്, അത് ക്യാഷ് ബുക്കിലാണ് എഴുതുന്നത്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്യാഷ്, ക്യാഷ് ബുക്കിൽ എഴുതും. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്യാഷ്, നമ്മൾ വിൽക്കുന്നു, വിൽക്കുന്നു, ക്യാഷ് വാങ്ങിക്കുന്നു, അതും എവിടെ എഴുതും? ക്യാഷ് ബുക്കിൽ എഴുതും. പക്ഷേ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ഓർ സെയിൽ ഓൺ ക്രെഡിറ്റ്, അത് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലല്ല. എവിടെയാണ്? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പറിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫിക്സഡ് അസറ്റ് എങ്ങനെ വാങ്ങുന്നു? ക്രെഡിറ്റിന് വാങ്ങുന്നു അല്ലെങ്കിൽ ക്രെഡിറ്റിന് വിൽക്കുന്നു എങ്കിൽ അത് ക്യാഷ് ബുക്കിൽ വരില്ല. അത് വരുന്ന സ്ഥലമാണ് രണ്ടാമത്തെ. എവിടെയാണ്? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. ഓക്കെ, അപ്പോൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ഓർ സെയിൽ ഓൺ ക്യാഷ് അതെവിടെ വരും? ക്യാഷ് ബുക്കിൽ വരും. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ഓർ സെയിൽ ഓൺ ക്രെഡിറ്റ് എവിടെ വരുന്നത്? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. ഓക്കെ, അപ്പം ഇത്രയാണ് ക്യാഷ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ബുക്കിലേക്ക് പോകുന്നു. രണ്ടാമത്തത് പർച്ചേസ് ഡേ ബുക്ക്. അപ്പോൾ പർച്ചേസ് ഡേ ബുക്കിൽ എന്താ ഉള്ളത്? ട്രേഡ് പർച്ചേസസ് ഓൺ ക്രെഡിറ്റ് റെക്കോർഡഡ് ഇൻ പർച്ചേസ് ഡേ ബുക്ക്. ട്രേഡ് പർച്ചേസസ് ഓൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമാണ് എവിടെ എഴുതുന്നത്? പർച്ചേസ് ഡേ ബുക്കിൽ എഴുതുന്നത്. ഏത് പർച്ചേസ് മാത്രം? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഓർക്കണം, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങിയാൽ മാത്രമാണ് നമ്മൾ എവിടെ എഴുതുന്നത്? പർച്ചേസ് ഡേ ബുക്കിൽ എഴുതുന്നത്. അതാണ് ട്രേഡ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ട്രേഡ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ, അത് എവിടെ മാത്രമേ വരൂ? ക്യാഷ് ബുക്കിൽ മാത്രമേ വരുള്ളൂ. ക്യാഷ് പർച്ചേസസ് ആർ റെക്കോർഡഡ് ഇൻ ഏത് ബുക്ക്? ക്യാഷ് ബുക്ക് ഒള്ളി. ഇനി ഒരു അസറ്റിന്റെ കേസിൽ നോക്കി, പർച്ചേസ് ഓഫ് നോൺ ട്രേഡിംഗ് ഐറ്റം ലൈക്ക് അസറ്റ്. നമ്മളൊരു അസറ്റ് വാങ്ങുകയാണ്. എങ്ങനെ വാങ്ങുന്നു? ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അത് ക്യാഷ് ബുക്കിലും, നേരെ മറിച്ച് ക്രെഡിറ്റിലാണ് വാങ്ങുന്നതെങ്കിൽ അത് വരുന്നത് എവിടെയാണ്? ജനറൽ ജേണലിലാണ്. അതായത് എവിടെ? ജേണൽ പ്രോപ്പറിലാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ക്യാഷ് പർച്ചേസ് എവിടെ വരുന്നു? ക്യാഷ് ബുക്കിൽ വരുന്നു. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് എവിടെ വരുന്നത്? പർച്ചേസ് ഡേ ബുക്കിൽ വരുന്നത്. ഇനി നോൺ ട്രേഡിംഗ് ഐറ്റം, അതായത് അസറ്റ് നമ്മൾ വാങ്ങുന്നു, ക്യാഷ് കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ അതെവിടെ വരും? ക്യാഷ് ബുക്കിൽ വരും. ഇനി അത് ക്രെഡിറ്റിനാണ് ഒരു അസറ്റ് വാങ്ങുന്നതെങ്കിൽ ഇത് എവിടെയാണ് വരുന്നത്? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. ഓക്കെ, ഇനി അടുത്ത സ്പെഷ്യൽ ജേണലിലേക്ക് പോകുന്നു. അടുത്ത ബുക്ക് സെയിൽസ് ഡേ ബുക്കാണ്. സെയിൽസ് ഡേ ബുക്ക് നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് പറഞ്ഞതുപോലെ തന്നെ സെയിൽസ് ഡേ ബുക്ക് തിരിച്ചു പറഞ്ഞാൽ മതി. അവിടെ എന്നാ വരുന്നത്? ഓൾ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ് ഇൻ സെയിൽസ് ഡേ ബുക്ക്. ഏത് സെയിൽസ് ആണ്? ക്രെഡിറ്റ് സെയിൽസ്. അത് എന്തിന്റെ? ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്. ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് മാത്രമാണ് എവിടെ വരുന്നത്? സെയിൽസ് ഡേ ബുക്കിൽ വരുന്നത്. ഓക്കെ, ഇനി അപ്പൊ ക്യാഷ് സെയിൽസ് എവിടെയാണ് വരുന്നത്? സെയിൽസ് ബുക്കിലാണ്. ഇനി ഒരു അസറ്റിന്റെ കാര്യം ആലോചിച്ചേ. നോൺ ട്രേഡിംഗ് ഐറ്റം, അതായത് ഒരു അസറ്റ് വിൽക്കുന്നു. എങ്ങനെ വിൽക്കുന്നു? ക്യാഷിന് ആണെങ്കിൽ അത് എവിടെ വരും? ക്യാഷ് ബുക്കിൽ.
ക്രെഡിറ്റിനാണെങ്കിൽ അത് എവിടെ വരും? ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജനറൽ ജേണൽ. ഓക്കെ, നേരെ തിരിച്ച് പർച്ചേസ് ടേബിളിൽ പറഞ്ഞ പോലെ തന്നെ നേരെ തിരിച്ച് പറയുന്നു. ഒരു നോൺ ട്രേഡിംഗ് ഐറ്റം, അതായത് ഫിക്സഡ് അസറ്റ്, അത് വിൽക്കുന്നു. എങ്ങനെ? ക്യാഷ് ആണെങ്കിൽ അത് ക്യാഷ് ബുക്കിൽ. ക്രെഡിറ്റിനാണെങ്കിലോ അത് എവിടെ വരും? ജനറൽ ജേണൽ അല്ലെങ്കിൽ എന്താണ്? ജേണൽ പ്രോപ്പർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത സ്പെഷ്യൽ ജേണലിലേക്ക് പോകുന്നു. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് അവിടെ എന്താ എഴുതുന്നത് നോക്കിയേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ്. ദ റിട്ടേൺ ഓഫ് ഗുഡ്സ്. റിട്ടേൺ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. റിട്ടേൺ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. അത് മാത്രമാണ് എവിടെ എഴുതുന്നത്? പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിൽ എഴുതുന്നത്. അതായത് നമ്മളൊരു ഗുഡ്സ് വാങ്ങിച്ചു. എങ്ങനെ വാങ്ങിച്ചു? കടത്തിന് വാങ്ങിച്ചു. ആ കടത്തിന് വാങ്ങിച്ച ഗുഡ്സ് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ, മുഴുവനായിട്ടോ അല്ലെങ്കിൽ കുറച്ചായിട്ടോ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അത് എവിടെ എഴുതുന്നത്? പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിയ ഗുഡ്സ് നമ്മൾ അപ്പം അതിനാണല്ലോ പർച്ചേസ് എന്ന് പറയണേ. അത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അത് എഴുതുന്ന സ്ഥലമാണ് എന്ത്? പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അപ്പൊ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് അതാണ് അടുത്തത്. അപ്പൊ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഏതാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ ദി കസ്റ്റമേഴ്സ്. നമ്മളൊരു കസ്റ്റമറിന് ക്രെഡിറ്റിന് ഗുഡ്സ് കൊടുത്തു. ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്. അയാള് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്തു. അതാണ് ഏത് ബുക്കിൽ വരുന്നത്? സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ ദി കസ്റ്റമേഴ്സ്. ഓക്കെ, നമ്മൾ ക്രെഡിറ്റിന് വിറ്റ ഗുഡ്സ് കസ്റ്റമർ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് തിരിച്ചു തന്നു എങ്കിൽ നമ്മൾ എവിടെ എഴുതണം? സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൽ എഴുതണം. ഓക്കെ, ഇനി ഇത് നമ്മൾ കമ്പയർ ചെയ്ത ഒരു കാര്യം കൂടെ ഓർക്കണം. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കും സെയിൽസ് റിട്ടേൺ ഡേ ബുക്കും ഇതിനെ വിളിക്കുന്ന വേറെ പേരുകളുണ്ട്. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിനെ വിളിക്കുന്ന വേറൊരു പേരാണ് റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക് എന്ന് പറയും. റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക്. സെയിൽസ് റിട്ടേൺ ബുക്കിനെ വിളിക്കുന്ന വേറൊരു പേരാണ് റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. അപ്പൊ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിന് എന്ത് പറയും? റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക് എന്ന് പറയും. സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിന് എന്തെന്ന് പറയും? റിട്ടേൺ ഇൻവേർഡ് ബുക്ക് എന്നും പറയും. ഓക്കെ, ഇനി രണ്ടെണ്ണം കൂടെയുണ്ട്. ബിൽസ് റിസീവബിൾ ബുക്കും ബിൽസ് പേയബിൾ ബുക്കും. പിന്നെ എളുപ്പമാണ്, അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും ബിൽസ് റിസീവബിൾ ബുക്ക് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ദി ബിൽ ഓൾ ബിൽസ് റിസീവബിൾ. നമുക്ക് കിട്ടാനുള്ള ബില്ലുകൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ബിൽസ് റിസീവബിൾ ബുക്ക്. ഇനി നമ്മൾ കൊടുക്കാനുള്ള ബില്ല് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ബിൽസ് പേയബിൾ ബുക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ബിൽസ് പേയബിൾ. ഓക്കെ, ഇപ്പം ഇത്രയാണ് ഏത്? സ്പെഷ്യൽ ജേണൽ. അപ്പോൾ സ്പെഷ്യൽ ജേണലിൽ വരുന്ന ബുക്കുകൾ എന്തൊക്കെയാ? ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തത് ജേണൽ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? സ്പെഷ്യൽ ജേണലും രണ്ടാമത്തെ എന്താ? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ? Miscellaneous transaction that cannot be recorded in special journal are recorded in general journal അല്ലെങ്കിൽ journal proper. എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ ജേണലിൽ എടുക്കാത്ത എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. ഓക്കെ, അതായത് ക്യാഷ് ബുക്കിലും
പർച്ചേസ് ഡേ ബുക്കിലും സെയിൽസ് ഡേ ബുക്കിലും പർച്ചേസ് റിട്ടേൺ ബുക്കിലും സെയിൽസ് റിട്ടേൺ ബുക്കിലും അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ബുക്കിലും ബിൽസ് പേയബിൾ ബുക്കിലും അവിടെ വരാത്ത കാര്യങ്ങളെല്ലാം എഴുതുന്ന സ്ഥലമാണെന്ത്? ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജനറൽ ജേണൽ. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയേ. പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്. പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്. നമ്മളൊരു അസറ്റ് വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു അസറ്റ് വിൽക്കുന്നു. എങ്ങനെ? ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിനാണെങ്കിൽ ഇത് എഴുതുന്ന സ്ഥലമാണെന്ത്? ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ എന്താണ്? ജനറൽ ജേണൽ. ഓക്കെ, ഇപ്പോൾ ലാൻഡ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ സ്ഥലം വാങ്ങുന്നു ക്രെഡിറ്റിന്. അപ്പോൾ ഒരു അസറ്റ് വാങ്ങുകയാണ് ക്രെഡിറ്റിന്, അല്ലേ? അപ്പോൾ അത് എഴുതുന്ന സ്ഥലമാണെന്ത്? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. അതിൻ്റെ എക്സാമ്പിൾ ഓർത്തിരുന്നോളണം. അതുപോലെ എല്ലാ എൻട്രിയും, ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി, റെക്ടിഫൈങ് എൻട്രി, ദീസ് ഓൾ എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ എവിടെയാണ്? ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജനറൽ ജേണൽ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. ഓപ്പണിംഗ് എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ ഡാഷ്. എന്താണ് ആൻസർ? ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജനറൽ ജേണൽ. അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ എവിടെയാണ്? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. അപ്പോൾ ദീസ് ഓൾ എൻട്രീസ് ആർ ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി, റെക്ടിഫൈങ് എൻട്രി. ഇതെല്ലാം എഴുതുന്ന സ്ഥലമാണ് എന്ത്? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെയാണ് എഴുതുന്നത്? ജേണൽ പ്രോപ്പറിലാണ് എഴുതുന്നത്. അതേപോലെ സ്റ്റേഷനറി പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. സ്റ്റേഷനറി പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, അതും എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ്. പിന്നെ ഫിക്സഡ് അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ്, അത് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു. ഓക്കെ, ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുകയാണെങ്കിൽ, ക്രെഡിറ്റിന് വിൽക്കുകയാണെങ്കിൽ അതും എവിടെ തന്നെയാണ്? ജേണൽ പ്രോപ്പറിലാണ് വരുന്നത്. അപ്പോൾ ജനറൽ ജേണലിൽ വരാത്ത എല്ലാ കാര്യങ്ങളും എഴുതുന്ന സ്ഥലമാണെന്ത്? ജേണൽ പ്രോപ്പർ. ഓക്കെ, അല്ലെങ്കിൽ ജനറൽ ജേണൽ. ഓക്കെ, അപ്പോൾ ഇതിന് വേറെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഓർഡിനറി ജേണൽ, ജനറൽ ജേണൽ, മിസലേനിയസ് ജേണൽ എന്നൊക്കെ പറഞ്ഞ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്. അത് ഓർത്ത് വയ്ക്കണം. പിന്നെ എല്ലാ എൻട്രിയും, ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, റെക്ടിഫൈങ് എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി, ദീസ് ഓൾ എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ ജേണൽ പ്രോപ്പർ. ഓക്കെ, പിന്നെന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സ്റ്റേഷനറി പർച്ചേസ് ഓൺ ക്രെഡിറ്റ്, ഇതൊക്കെ എവിടെ വരുന്നതാണ്? ഈ ജേണൽ പ്രോപ്പറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ജേണലിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ, സ്പെഷ്യൽ ജേണലും ജനറൽ ജേണലും. സ്പെഷ്യൽ ജേണൽ ഏതൊക്കെയാണെന്നറിയാമല്ലോ. ഏതൊക്കെയാണ്? ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. ഇവിടെ വരാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ എഴുതും? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.